കഴിഞ്ഞ ദിവസം ഞാനും ന്യൂയോർക്കിൽ ഒരു മീറ്റിങ്ങിനായിട്ട് കടന്നുപോയി. പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് പ്രത്യേകം നന്ദി. യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരുന്നു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ച ദൈവവചനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അല്പനേരം ധ്യാനിപ്പാനായിട്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. കോൺവെർസേഷൻ ബിറ്റ്വീൻ ജീസസ് ആൻഡ് ദ സമരിറ്റൻ വുമൺ. 4 കാര്യങ്ങൾ, 4 സബ്ജക്റ്റ്. ദ ഫസ്റ്റ് വൺ ലിവിങ് വാട്ടർ, the second one personal life, the third one worship, the fourth one food. ഇത് 4 ജീവിതത്തിൻ്റെ വളരെ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫ് ഇമ്പോർട്ടൻ്റാ, ലിവിങ് വാട്ടർ ഇമ്പോർട്ടൻ്റാ, ഫുഡ് ഇമ്പോർട്ടൻ്റാ, അപ്പോൾ തന്നെ വർഷിപ്പ് ഇമ്പോർട്ടൻ്റാ. 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. യേശുക്രിസ്തു അവളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറുകയാണ്. ശമരിയിലേക്ക് കടന്നു കയറിയതുപോലെ തന്നെ അവളുടെ പേഴ്സണൽ ലൈഫിൽ, ആ പേഴ്സണൽ ലൈഫിൽ കർത്താവ് ഇടപെട്ടത് ടു ബ്രിങ് എ കൺവിക്ഷൻ. ഷീ നീഡ് എ കൺവേർഷൻ, ബട്ട് ബിഫോർ ദ കൺവേർഷൻ ഷീ നീഡ് കൺവിക്ഷൻ. വിത്തൗട്ട് കൺവിക്ഷൻ ദ കൺവേർഷൻ ഈസ് യൂസ്ലെസ്. ഒരാൾ കൺവിക്ഷൻ ഇല്ലാതെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, അത് നിലനിർത്തി കൊണ്ടുപോകുന്നതല്ല. എന്നാൽ അവളോട് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അവൾ പറയുന്നൊരു പദമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ, ജോൺ, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 4 വേഴ്സസ് 19 ഓൺവേർഡ്സ്. സ്ത്രീ അവനോട്, യജമാനനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിൽ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ. ആവർത്തിച്ച് റിപ്പീറ്റഡ്ലി യേശുക്രിസ്തു 2 പ്രാവശ്യം പറയുകയാണ്, പിതാവിനെയാണ് ആരാധിക്കേണ്ടത്. ആരാധിക്കുന്നത് സത്യനമസ്കാരികളായിരിക്കണം. ആരാധിക്കേണ്ടത് സത്യത്തിലും ആത്മാവിലും. ടു whom we worship, we are worshipping Father God. So John the Gospel, the writer of John the Apostle, was introducing the first chapter, the new lamb, the new sacrifice. Behold the lamb. Chapter 2-ലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, a new temple. ജീസസ് പറഞ്ഞു, ഈ മന്ദിരം പൊളിക്കുവിൻ, destroy this temple. Jesus was introducing a new temple, a new sacrifice. 3rd chapterൽ വരുമ്പോൾ ജീസസ് പറയുകയാണ്, a new birth. നിങ്ങൾ പുതുതായി ജനിക്കണം. So under the old covenant, under the law, there was a system that was a sacrificial system. എന്നാൽ യേശുക്രിസ്തു പുതിയ നിയമത്തിലേക്ക് വന്നത് to make a new covenant. We are under the new covenant. So ഇവിടെ കർത്താവ് ന്യൂ സാക്രിഫൈസും ന്യൂ ടെമ്പിളും ന്യൂ ബർത്തും ഓഫർ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം 4-മതായി പറയുന്നത് എ ന്യൂ വർഷിപ്പ്, ഒരു പുതിയ ആരാധന. നിങ്ങൾ ഇതുവരെ ആരാധിച്ചത് സ്ഥലം കേന്ദ്രീകരിച്ച. ശമര്യര് പറയുന്നത്, ഞങ്ങൾ ഈ മലയിൽ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. നിങ്ങൾ പറയുന്നു ആ മലയിൽ നിന്നല്ലേ അങ്ങനെ പറയാൻ തുടങ്ങിയത്. പിന്നെ ജോസ് കുര്യൻ ചാൻ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞ് പാടിക്കിടക്കുന്ന ഒരു പാതയുണ്ട്, ഈ മലയിലും അല്ല, അങ്ങനെയല്ല. ഈ മലയിൽ നിങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. നിങ്ങൾ ജൂയിഷ് പീപ്പിൾ യെരൂശലേമിൽ ആരാധിക്കുന്നു. ആരാധനയെക്കുറിച്ച് കർത്താവ് ആദ്യമായി ന്യൂ ടെസ്റ്റമെന്റിൽ സംസാരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല ആരാധന.
ആരാധന. നമ്മുടെ ജീവിതം തന്നെ ആരാധനയാ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക. കാരണം ദൈവം നമ്മളെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നതിന്റെ പോലും ലക്ഷ്യം ഞാൻ അവന് സ്തുതി പാടേണ്ടതിന്. ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കുന്നതിന്റെ ഒരു കാരണം ഒരു നേരത്തെ ആഹാരം കൂടെ കഴിച്ച് തീർക്കട്ടെന്നല്ല, പിന്നെയോ ഒരു നേരം കൂടെ അവൻ എന്നെ സ്തുതിച്ചോട്ടെ. എന്നെയും നിങ്ങളെയും ജീവനോടെ ദൈവം നിർത്തിയതിന്റെ പോലും ഉദ്ദേശത്തിന് ഒന്നേ ഉള്ളൂ. സൃഷ്ടിച്ചതിൻ്റെയും വീണ്ടെടുത്തതിൻ്റെയും രക്ഷിച്ചതിൻ്റെയും ഇന്ന് പകൽ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിൻ്റെയും ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: ടു ഗ്ലോറിഫൈ ഗോഡ്. 2 മണിക്കൂറുകൾ കൊണ്ട് തീരുന്നതല്ല ആരാധന. ആശീർവാദം പറയുമ്പോൾ തീരുന്നതല്ല ആരാധന. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, whether you drink or whether you eat, you have to glorify God. നിങ്ങൾ തിന്നാലും നിങ്ങൾ കുടിച്ചാലും നിങ്ങൾ എന്തു ചെയ്താലും അത് ദൈവത്തിന് മഹത്വത്തിനായി ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ജോലി ചെയ്യുന്നതിനകത്തും you can glorify God. When you drive, you can glorify God. So life, worship is not the part of life. Worship is life. Life is worship. ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. പക്ഷേ if you do not know how to worship, whom to worship, the worship is vain. ആരാധന വ്യർത്ഥമായി പോകും. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട, ബിക്കോസ് ദ ബൈബിൾ ക്ലിയർലി ടീച്ചിങ് ഹൗ ഡു നോട്ട് ഫാസ്റ്റ്, ഹൗ ഡു നോട്ട് പ്രേ. എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്, എങ്ങനെ നിങ്ങൾ ഉപവസിക്കരുത്, അങ്ങനെയാണ് എങ്ങനെ നിങ്ങൾ ആരാധിക്കരുത്. ആരാധിക്കുന്നെങ്കിൽ അത് ആരെ ആരാധിക്കണം? ശമര്യര് പറയുന്നു, ഞങ്ങൾ ഈ മലയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച, ഇന്നും ഈ ട്രഡീഷനെ ഒക്കെ ആരാധിക്കുന്നവരുണ്ട്. ഓരോരുത്തരും ആരാധനയ്ക്ക് വരുന്നതിന്റെ റീസൺസ് അല്ലെങ്കിൽ ദ പ്രോപ്പർ മോട്ടിവേഷൻ ഫോർ വർഷിപ്പ്. എന്നെ ആരാധിക്കാൻ, ഈ ആലയത്തിൽ വരാൻ, ഇവിടെ വന്ന് പാടി സ്തുതിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താ? ഞങ്ങളുടെ അപ്പന്മാരൊക്കെ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആയിപ്പോയി. There is no other option. ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്തേനെ. നോ, അത് ശമര്യര് പറയുക. We are not following a tradition. We are in a new covenant. If you are spending time in the presence of God, it must be valuable. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. ആരാധനയെ കുറിച്ച് നന്നായി നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ആരാധനയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സോ അത് മാത്രമല്ല, what should be our attitude as we approach holy God? നമ്മൾ എവിടെയോട്ടാ വരുന്നതെന്നുള്ളൊരു വലിയ ബോധം നമുക്കുണ്ടാകണം. ഇപ്പൊ ഇവിടെ ഈ പുതിയ നിയമ ആരാധനയിൽ പറയുന്നു, who must worship? ആരാണ് ആരാധിക്കേണ്ടത്? ഇവിടെ ഒരു പദം എഴുതിയിരിക്കുന്നു, the true worshippers. Then there will be another question, who are the true worshippers? എല്ലാ വർഷിപ്പേഴ്സും ട്രൂ വർഷിപ്പേഴ്സ് അല്ല. ഇഫ് ജീസസ് ഇൻട്രൊഡ്യൂസ്ഡ് എ ട്രൂ വർഷിപ്പ്, there is a false worship. ഒരു സത്യാരാധന ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അപ്പുറത്തൊരു വ്യാജ ആരാധനയുണ്ട്. സത്യം എവിടെയുണ്ടോ അവിടെ എല്ലാം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വ്യാജമുണ്ട്. ഞാൻ ഒരു സത്യ ആരാധനക്കാരനാണെന്ന് എങ്ങനെ അറിയാം? അത് പാസ്റ്ററെ, ഞാൻ വെള്ളയില്ല ഇട്ടേക്കുന്നേ. വെള്ളയിട്ടാൽ സത്യാരാധനക്കാരനാകുമോ? അത് ഞാൻ വന്നിരുന്ന ഉടനെ അങ്ങ് സ്തോത്രം പറയും പാസ്റ്ററെ. സ്തോത്രം പറഞ്ഞാൽ സത്യാരാധനക്കാരനാകുമോ? ഇന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ ശലോമോന്റെ ആരാധനയെ കുറിച്ച് പറഞ്ഞു.
ഞാൻ കൈയടിക്കുന്നുണ്ട് പാസ്റ്റേ, സോ കൈയടിച്ചാൽ സത്യാരാധനക്കാരനാകുമോ? വളരെ പരമപ്രധാനമായി വിശുദ്ധ ബൈബിൾ മനസ്സിലാക്കി ആരാധിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം, നമ്മൾ ചെലവഴിക്കുന്ന സമയം, നമ്മുടെ എനർജി നഷ്ടമാകും. ശമര്യർ പറയുന്നു, ഞങ്ങൾ ഇവിടെ ആരാധിക്കുന്നുണ്ട്. They are claiming, boasting. പക്ഷെ കർത്താവ് പറയുക, അറിയാത്തതിനെ അല്ലയോ ആരാധിക്കുന്നതിന്. Do you know whom you worship? Do you know where you are sitting? ഇരിക്കുന്ന സ്ഥലം എവിടാന്നൊരു ബോധമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇരിപ്പിനകത്ത് അറിയാം. ആ ബോഡി ലാംഗ്വേജ് പറയും, I am sitting in the holy presence of God. ഇത് നമ്മളെ ഭരിക്കാത്തിടത്തോളം നമ്മൾ അപകടത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒന്നാമത്തെ ചോദ്യമാണ്, who must worship? The true worshippers. The question, who are the true worshippers? The second, to whom we worship. ജീസസ് പറയുകയാണ്, you must worship Father, പിതാവായ ദൈവത്തെ, through Jesus in spirit. മനസ്സിലായോ? പിതാവായ ദൈവത്തെ ഡയറക്റ്റ് ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ ക്രിസ്തുവിലൂടെ ആത്മാവിൽ ത്രിയേക ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ എവിടുന്ന് ആരാധന പഠിച്ചേ? നമ്മളെ ആരാധിക്കാൻ പഠിപ്പിച്ച ആരാ? ഞങ്ങൾ സഭ വന്നപ്പോൾ ഇവിടെ കണ്ടു ആരാധന. നാം കണ്ടു പഠിച്ചതാണോ ആരാധന? കേട്ടു പഠിച്ചതാണോ ആരാധന? നമ്മുടെ ആരാധന സ്ക്രിപ്ചറൽ ആണോ സ്പിരിച്വൽ ആണോ? The New Testament worship, പെന്തക്കോസ്തിന്റെ ആരാധന സ്ക്രിപ്ചറൽ ആയിരിക്കണം, അപ്പോൾ തന്നെ സ്പിരിച്വൽ ആയിരിക്കണം. ഈ രണ്ട് കാര്യത്തെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ആരാധന. നമ്മൾ ചോദിക്കാറുണ്ട്, ആരാധനയ്ക്ക് എവിടെ പോവുക? ആരാധനയ്ക്ക് പോവുക. ആരാധന കഴിഞ്ഞു? ആരാധന കഴിഞ്ഞു. ആരാധന കഴിയുന്നില്ല. ആരാധന കഴിയുന്നില്ല. ആരാധന തീരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ആരാധന? സന്തോഷമായിരുന്നു. ആർക്ക് സന്തോഷം? ഇവിടുത്തെ ഓഡിയൻസ് ആരാ? ആരാധനയ്ക്ക് ഞാൻ വരുമ്പോൾ ആരാണ് ഓഡിയൻസ്? നമ്മുടെ കൺസെപ്റ്റ്, the worship leaders are the performers, we are the audience. No, the heaven is looking down. സ്വർഗമാണ് നമ്മുടെ ഓഡിയൻസ്. ഈ ആരാധന വാച്ച് ചെയ്യുന്നത് നമ്മൾ ആരുമല്ല. നമ്മൾ പറയുക, ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലയായിരുന്നു. എങ്ങനെ മനസ്സിലായി? എന്റെ ഒച്ചയടച്ചു. എന്റെ അർത്ഥം, ഞാൻ ഒത്തിരി ശബ്ദം ഉണ്ടാക്കി. ഒത്തിരി ശബ്ദം ആരാധനയ്ക്കുണ്ട്. ആരാധിക്കുമ്പോൾ ശബ്ദമുണ്ട്, പക്ഷെ ശബ്ദമല്ല ആരാധന. ഈ ആരാധന നല്ലതായിരുന്നോ ഇല്ലയോ എന്ന് പറയേണ്ടത് ഇവിടെ കൂടിയവരല്ല. The heaven should declare. സ്വർഗമാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളും വന്നിരുന്ന നിമിഷം മുതൽ ഇത് എക്സാമിൻ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ? എന്റെ ആരാധന ഇവാലുവേറ്റ് ചെയ്യുന്നത് മനുഷ്യരല്ല. അങ്ങനെ കളിപ്പിക്കാൻ പറ്റിയൊരിടത്തല്ല വന്നേക്കുന്നത്. ദൈവം പറഞ്ഞു കേട്ടോ, ആരാധന ഫോൾസ് വർഷിപ്പ് ഉണ്ട്, ആരാധന ട്രൂ വർഷിപ്പും ഉണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആരാധന ലിപ് സർവീസും ഉണ്ട്, ഹാർട്ട് സർവീസും ഉണ്ട്. ഒരു കൂട്ടം ജനം അടുത്തു വരുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങി ബഹളം ഉണ്ടാക്കി കാറൊക്കെ ഡ്രൈവ് ചെയ്ത് സ്പീഡിൽ വന്ന് ഇവിടെ വരുന്നുണ്ട്. They are respecting me, honoring me, singing me through their lips, but their hearts far away
from me. എത്ര സത്യമാത്. ശരിക്കും ഈ ആരാധന ഇന്നിവിടെ ഇത്രയും സ്തുതി സ്തോത്രങ്ങളൊക്കെ നടന്നപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ഇവിടെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കാൻ നിങ്ങൾക്ക് പറ്റിയായിരുന്നോ? കർത്താവ് അതിന് മാർക്കിടത്തില്ല. ഈ ജനം അടുത്തു വന്ന ആദരം കൊണ്ട് എന്നെ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുന്നു. ഹൃദയമോ? അവര് പാടുന്നുണ്ട്, പക്ഷെ അവര് പാടുമ്പോഴും ഇവിടെ എല്ലാം നടക്കുന്നത് അവർ വാച്ച് ചെയ്യുന്നുണ്ട്. പാടുന്ന വരികളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. അതിന്റെ വേർഡ്സ് അവർ മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. അതിന്റെ 2 വരികളൊന്നും മെഡിറ്റേറ്റ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ഭാവം മാറിയേനെ. അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അവർ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. Their heart is away from the presence of God. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ എനിക്ക് എൻ്റെ ദൈവജനത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ആദ്യം മുതൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്, I need to control my thoughts, I need to control my mind, I need to control my heart, my desire, everything എനിക്ക് ഈ യാഗപീഠത്തിനകത്ത് വെക്കണം. You know what is the important part of sacrifice? ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് സാക്രിഫൈസ്. വർഷിപ്പിന് ഓൾഡ് ടെസ്റ്റമെന്റിൽ കൊടുത്തിരുന്ന പേര് സാക്രിഫൈസ് എന്ന. സാക്രിഫൈസ് യാഗമാ. യാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് ഏതാ? ഓൾട്ടർ, ഫയർ, ഓഫറർ. അർപ്പകനാണോ? യാഗപീഠമാണോ? തീയാണോ? നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ എവിടെ പോവുക? അല്ല, ഈ ഭാവം കണ്ടിട്ട് എവിടെ പോവുക? മോറിയായിൽ യാഗം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞല്ലേ ഇറങ്ങിയത്. അപ്പൊ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. ബട്ട് വേർ ഈസ് ദ ലാംബ്? സോ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യാഗമൃഗം. യാഗമൃഗം. ഇനി യാഗമൃഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ? മീറ്റാണോ? സ്കിന്നാണോ? അല്ല. ഈ യാഗമൃഗത്തെ ഓൾട്ടറിനകത്ത് പീസാക്കി വെച്ചിട്ട് അതിനെ ബേൺ ചെയ്യുമ്പോൾ അതിന്റെ മാംസവുമായിട്ടല്ല പുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുന്നത്, ബ്ലഡുമായിട്ടാ. ഈ മൃഗത്തെ കൊന്നത് അതിന്റെ ബ്ലഡ് എടുക്കാനാ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. അതാ ഞാൻ പറഞ്ഞത്, വർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ കൊടുക്കുന്നതാ. നമ്മുടെ ജീവിതമാണ് ആരാധന. ആ ബ്ലഡ് കാണുമ്പോഴാ ദൈവം പ്രസാദിക്കുന്നേ. ആ ബ്ലഡിന് വേണ്ടിയാ ഈ മൃഗത്തെ കൊണ്ടുവരുന്നത്. അപ്പൊ ഓൾട്ടർ വളരെ ഇമ്പോർട്ടന്റാ. ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. സമാഗമന കൂടാരത്തിൽ ഒരു മനുഷ്യൻ വരുമ്പോൾ ദ ഫസ്റ്റ് പ്ലേസ് കോട്രിയാഡ്, ദെൻ ദ ഹോളി പ്ലേസ്, ദെൻ ദ മോസ്റ്റ് ഹോളി പ്ലേസ്. ഈ 3 സ്ഥലങ്ങളിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നതും എല്ലാവരും കാണേണ്ടതും ആദ്യം കാണുന്നതും ഓൾട്ടറാ. പുരോഹിതന്മാർക്ക് പോലും വർഷത്തിൽ ഒരിക്കലേ മോസ്റ്റ് ഹോളി പ്ലേസിൽ കയറാൻ പറ്റൂ. അവിടെ മന്നായുണ്ട്, അവിടെ കൽപ്പലകകളുണ്ട്, അവിടെ കെരൂബുകളുണ്ട്, അഹരോന്റെ തളിർത്ത വടിയുണ്ട്, നല്ല നല്ല വലിയ കാര്യങ്ങളുണ്ട്. പക്ഷെ വർഷത്തിൽ ഒരിക്കലേ കാണാൻ പറ്റൂ. ഹോളി പ്ലേസില് മേശമേലുള്ള അപ്പമുണ്ട്, ധൂപ കലശമുണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ടെങ്കിലും പുരോഹിതന്മാർക്ക് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷേ സകല ജനത്തിനും, അവിടെയുള്ള മുഴുവൻ ഗോത്രങ്ങൾക്കും 24/7 കാണാൻ കഴിയുന്ന ഒന്നുണ്ട്. അത് ഓൾട്ടറാണ്. അവിടെയാണ് യാഗം നടക്കുന്നത്. അവിടെയാണ് തീ കത്തുന്നത്. അവിടുത്തെ തീയാണ് ധൂപകലശത്തിൽ കൊണ്ടുപോകുന്നത്. അവിടുത്തെ തീയാണ്
അതിപരിശുദ്ധ സ്ഥലത്ത് പോകുന്നത്. സോ വർഷിപ്പ് ഈസ് ഇമ്പോർട്ടന്റ്. ഇഫ് അവർ വർഷിപ്പ്. അപ്പോ ഓൾട്ടറിനെ കുറിച്ച് മലക്കായിയുടെ പുസ്തകം ചാപ്റ്റർ 1 വേഴ്സ് 10 ഒന്ന് വായിക്കാമോ? ചാപ്റ്റർ 1 വേഴ്സ് 10. വെറുതെ തീ കത്തിക്കാതിരിക്കുക. നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കുക. ഇവിടെ ഒരു പ്രത്യേക പദം ഓർക്കണം. യാഗപീഠം, ഓൾട്ടർ ബിലോങ്സ് ടു ഗോഡ്. യാഗപീഠം എപ്പോ പണിഞ്ഞാലും, പണിഞ്ഞത് മനുഷ്യനാണെങ്കിലും പണിഞ്ഞു വേർതിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെയാ? ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ എല്ലാ ദൈവമക്കളും. യാഗപീഠം അത് ദൈവം അവകാശം പറയേ, എന്റെ യാഗപീഠം. ഈ അപ്പം ക്രിസ്തീന്ന് വാങ്ങിച്ചതാ, പക്ഷെ ഇവിടെ ഇത് ഒരുക്കി വെച്ച് കഴിയുമ്പോ ദിസ് മൈ ടേബിൾ. പണിഞ്ഞത് മനുഷ്യനാ, മനുഷ്യന്റെ കൈകൾ കൊണ്ടാ യാഗപീഠം പണിതത്. പക്ഷെ പണിത് കഴിയുമ്പോൾ പിന്നെ അത് ദൈവം പറയുക, അത് എന്റെ യാഗപീഠമാ. പക്ഷെ എന്റെ യാഗപീഠത്തിൽ വെറുതെ തീ കത്തിക്കരുത്, വെയിനായിട്ട് സ്തോത്രം പറയരുത്, ചുമ്മാ ഇരുന്നുകൊണ്ട് പ്രൈസ് പ്രൈസ് പ്രൈസ്. എന്തിനാ കുഞ്ഞെ നീ ഈ സ്തോത്രം പറയുന്നേ? ഡു യു നോ whom you are praising? 1000 സ്തോത്രം പോടിയച്ചങ്ങ് പാം വന്നതല്ല. We are here to understand. We are here to get to the real knowledge of the Almighty God. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. പൗലോസ് അതിന് പറയുന്നത്, അവർ ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അവൻ ഞാൻ പ്രൈസ് ചെയ്യുമ്പോൾ ആരെ സ്തുതിക്കുന്നു? ആ മഹത്വം കണ്ടിട്ട്, ആ തേജസ് കണ്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ട്രഡീഷണൽ വർഷിപ്പ് തകരണം, എന്നിട്ടൊരു പുതിയ ആരാധനയിലേക്ക് വരണം. അതിന്റെ 2-3 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും ഈ ദിവസങ്ങളിൽ. വാട്ട് ഈസ് റിയൽ വർഷിപ്പ്? കർത്താവ് പറയുക, ട്രൂ വർഷിപ്പേഴ്സ് മസ്റ്റ് വർഷിപ്പ് ഫാദർ. പിതാവിനെയാണ് ആരാധിക്കുന്നത്. എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും എങ്ങനെയാണ് ആരാധിക്കുന്നത്? സോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പുതിയ നിയമ ആരാധനയിൽ ഒരു ഓൾട്ടർ ഇല്ല, ഒരു സാക്രിഫിഷ്യൽ ആനിമൽ ഇല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? പൗലോസ് ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്താണ്? എന്റെ സഹോദരന്മാരെ, ബാക്കി നിങ്ങൾ പറയാൻ വേണ്ടി എനിക്ക് അറിയത്തില്ല. റോമർ 12:1 ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു തന്നേ. എന്റെ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ അവിടെ വന്നല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ട്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ശരീരങ്ങളെ, നമ്മുടെ ശരീരം ദൈവത്തിന് ഇമ്പോർട്ടന്റാ. നിങ്ങൾക്ക് വേണേ പറയാം ഐ ഡോണ്ട് കെയർ മൈ ബോഡി, ബട്ട് ദൈവം പറയുക എനിക്കതിനകത്ത് കെയർ ഉണ്ട്. ബിക്കോസ് യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. വി ആർ ഗ്ലോറിഫൈയിങ് വിത്ത് ദിസ് ബോഡി. ഇത് മെനഞ്ഞവൻ ദൈവമാ. ഇവിടെ കുറച്ച് നാൾ മുമ്പ് ഒരു മുദ്രാവാക്യം ഞാൻ കേട്ടായിരുന്നു. ദിസ് ഈസ് മൈ ബോഡി, ദാറ്റ്സ് മൈ ചോയ്സ്. നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും. അതിന്റെ വിഷയം എന്തുവാന്ന് ഞാൻ പറയുന്നില്ല. മൈ ബോഡി ഞങ്ങൾ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ഒക്കലഹോമക്കാർ ഞങ്ങൾ വളരെ പാവങ്ങളാ പാസ്റ്ററെ, ഞങ്ങൾ അങ്ങനെയുള്ള ന്യൂസ് ഒന്നും കാണാറേ ഇല്ല. ഓക്കെ, ഞാൻ കേട്ടായിരുന്നു.
മൈ ബോഡി മൈ ചോയ്സ്. ഇല്ലാതാക്കണോ വേണ്ടായോ എന്നൊക്കെ എൻ്റെ ചോയ്സ് ആണെന്ന്. ദിസ് ഇസ് നോട്ട് യുവർ ബോഡി. ദിസ് ഇസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. The Holy Spirit is abiding in that. ഈ ശരീരം എന്തിനാ? പൗലോസ് റോമാലേഖനത്തെ എഴുതുമ്പോൾ അവർ പറയുന്നുണ്ട്, റോമൻ പശ്ചാത്തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ നഗ്നതകൾ പ്രദർശിപ്പിച്ച് ആളുകളെ സന്തോഷിപ്പിക്കുകയും രസിപ്പിക്കുകയും അട്രാക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവരുടെ കലകളും കൊത്തുപണികളും എല്ലാം അങ്ങനെയുള്ളതാ. അങ്ങനെ അവർ ശരീരം കൊണ്ട് ആളുകളെ അട്രാക്റ്റ് ചെയ്യാനും ആകർഷിക്കാനും ശരീരത്തെ ഒരുക്കിയെടുക്കുക. അതുകൊണ്ട് അവർ ഇച്ചിരി മസിൽ വന്ന ഉടനെ അരക്കൈ ഉടുപ്പിടുന്നേ. കാരണം എൻ്റെ മസിൽ എല്ലാവരും എന്ത് ചെയ്യണം? പ്രൈസ് ഗോഡ്, ആളുകളെ കാണിക്കണം. അപ്പൊ പൗലോസ് പറയുക, ഇത് കാണിക്കാനുള്ള വസ്തുവല്ല, ഇത് മഹത്വപ്പെടുത്താനുള്ളതാ. ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ളതല്ല. The body God has given to glorify with your body. നല്ല മസിൽ കൊള്ളാം കേട്ടോ, നല്ല ആരോഗ്യം കൊള്ളാം കേട്ടോ. പക്ഷെ ആ മസിലുള്ള കൈ കൊണ്ടൊന്ന് അടിച്ചേ, 4 പേർ അങ്ങോട്ട് അടിക്കുമ്പോ ആലയത്തിനകത്തൊരു മുഴക്കം ഉണ്ടാവും. വർക്കൗട്ടിന് വേണ്ടിയല്ല, പിന്നെയോ ഗ്ലോറിഫൈങ് ഗോഡ്. ഗ്ലോറിഫൈങ് ഗോഡ്. ഒരു ശരീരം ദൈവം നമുക്ക് തന്നത് ഡിസ്പ്ലേ ചെയ്യാനുള്ളതല്ല, അട്രാക്ട് ചെയ്യാനുള്ളതല്ല. ദൈവം എനിക്ക് തന്ന ഈ ശരീരം, ഈ ജീവൻ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതെങ്ങനെ മഹത്വപ്പെടുത്തണം? അവിടെ എഴുതിയിരിക്കുകയാണ്, ഹോളി, ലീവിങ്, പ്ലീസിങ്. വിശുദ്ധമായിരിക്കണം, ജീവനുള്ള ആരാധനയായിരിക്കണം, പ്രസാദമുള്ളതായിരിക്കണം. 3 കാര്യങ്ങൾ: ഹോളി, ലീവിങ്, പ്ലീസിങ്. എഴുതിയെടുക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. സോ ഹോളി, ലീവിങ് ആൻഡ് പ്ലീസിങ്. ശരീരം ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ ആ ശരീരം ദൈവത്തിന് പ്രധാനമുള്ളതാ. ഇനിയും പറയുകയാണ്, ശരീരത്തിനൊരു ഹെഡ് ഉണ്ട്. ആ ഹെഡാണ് നോളേജ്, അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ അറിവും നമ്മുടെ എല്ലാ ബുദ്ധിയും. അതുകൊണ്ട് അവിടെ പറഞ്ഞു ബുദ്ധിയുള്ള ആരാധനയായി. എന്നിട്ട് അവിടെ രണ്ടാമത് പറയാണ്, റിന്യൂ യുവർ മൈൻഡ്. എവരി വർഷിപ്പിലും നമ്മൾ റിന്യൂ ചെയ്യാൻ വന്നിരിക്കുക. പുതിയ അറിവ്. ആരെക്കുറിച്ച്? ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ച്. ഇന്ന് പകൽ ഇവിടെ വന്നിട്ട് എൻ്റെ ദൈവത്തെ കുറിച്ച് എനിക്കൊരു നോളേജ് ഉണ്ടായി. ഞാൻ എൻ്റെ മനസ്സ് പുതുക്കിയില്ലെങ്കിൽ എൻ്റെ ആരാധന വെയിനാണ്. വാട്ട് ഡു യു നോ അബൌട്ട് യുവർ ഗോഡ്? ഇവിടെ ഇരിക്കുന്ന പലരുടെയിലും മൈക്ക് കൊടുത്തിട്ട് ചോദിക്കുക, ഡു യു നോ ജീസസ്? യെസ് പാസ്റ്റർ, ഐ നോ ജീസസ്. ഹു ഈസ് ജീസസ്? സേവിയർ. മോർ ദാൻ ദാറ്റ്, സേവിയർ. മൈക്ക് തരട്ടെ. ജീസസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്തുവാ? സൺഡേ സ്കൂളിൽ പഠിച്ച 4 സ്റ്റോറി അല്ലാതെ. അല്ലെ, പാടുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഹി ഈസ് ദ വേ മേക്കർ, ഹി ഈസ് ദ പ്രോമിസ് കീപ്പർ, ഹി ഈസ് ദ ചെയിൻ മേക്കർ, വൈൻ മേക്കർ. കാനാവിലെ കല്യാണത്തിന് പുള്ളി എന്ത് ചെയ്തായിരുന്നു? കണ്ട, അത് പറഞ്ഞപ്പോഴാണ് ഒരു സന്തോഷം വന്നത്. ആ ഒരു വചനമൊക്കെ ഉണ്ടതുകൊണ്ടല്ലേ നമ്മൾ അതിനകത്തൊക്കെ പിടിച്ചു നിന്ന് പോകുന്നത്. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തുവിനെ കുറിച്ച് we are our theme. We are moving forward with the knowledge of Christ. If you are not moving, it means you are not growing. നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾ വളരുകയാ. ആരില? We are growing in Christ. That should be our prayer. കർത്താവേ, എനിക്ക് കൂടുതലായി അറിയണം. ആ അറിവിന്റെ 2ാം ഘട്ടത്തിൽ വന്നതേ ഉള്ളൂ.
അവള് പറഞ്ഞു, യു ആർ എ ജൂ, യു ആർ എ മാസ് ടീച്ചർ, യു ആർ എ പ്രോഫറ്റ്. ഐ നോ യു ആർ എ പ്രോഫറ്റ്. Only prophet could understand what is in our heart. So you are a prophet. Immediately കർത്താവ് പറയുക, ഞാനൊരു പ്രോഫറ്റ് ആണ്, പക്ഷേ you have to know more about me. പ്രവാചകനേക്കാൾ വലിയവൻ. If you are not growing, പല സഭകളിലും സംഭവിച്ച പരാജയം എന്താണെന്നറിയാമോ? ഞാൻ മുൻപൊക്കെ പറഞ്ഞതുപോലെ ഇന്നും ആളുകൾ ഒരു സ്തോത്രം പറയണമെങ്കിൽ സ്റ്റോറീസ് പറയണം. ബൈബിൾ 2 ഘട്ടമുണ്ട്. ഇൻഫൻസിനാണ് സ്റ്റോറീസ്, അഡൽട്ടിന് ഡോക്ട്രിൻസാ. The Bible, stories and doctrines. Are you still longing to hear the stories, or do you want the solid food? Apostle Paul brought solid food. നല്ല കട്ടിയുള്ള ആഹാരം കൊണ്ട് വന്നപ്പോ ഈ ഇരിപ്പ് കണ്ടാലാ പൗലോസ് പറയും, ഞാൻ അടുത്ത ആഴ്ച ബോട്ടിൽ കൊണ്ടുവരാമെന്ന്. പൗലോസ് പറയുക, ഞാൻ കൊണ്ടുവന്ന ഫുഡ് അങ്ങ് തിരിച്ചു കൊണ്ടുപോവുക, അടുത്ത ആഴ്ച ഞാൻ എന്ത് കൊണ്ടുവരും? ബോട്ടിലും കൊണ്ടുവരും, പാമ്പറും കൊണ്ടുവരും. Praise God. കാരണം ബോട്ടിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്തുകൂടെ കൊടുത്തേ പറ്റൂ. പിന്നെ പിറ്റേ ആഴ്ച അതെല്ലാം ക്ലീൻ ചെയ്ത് പുതിയ പാമ്പർ കെട്ടി വിടും, വീണ്ടും അഴുക്കാക്കി ഇങ്ങ് കൊണ്ടുവരും, വീണ്ടും ഞങ്ങൾ ക്ലീൻ ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ ഉപദേശിമാരായ ഞങ്ങളുടെ ജോലി. ദൈവമക്കളെ, നമ്മുടെ അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മളെ കയറ്റാൻ പോകുക. The true worshippers ആരാധിക്കുന്നത് എങ്ങനെയാണെന്ന്, കേവലം നമ്മുടെ ആരാധനയുടെ നിലവാരങ്ങൾ തന്നെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പക്ഷെ നമ്മൾ റിന്യൂ ദ മൈൻഡ്. ആരാധനയിൽ വി ആർ സബ്മിറ്റിംഗ് അവർ ബോഡി ആസ് എ ലിവിങ് ഹോളി പ്ലീസിങ് സാക്രിഫൈസ്, സെയിം ടൈം റിന്യൂയിങ് അവർ മൈൻഡ്. തേർഡ് വൺ, നോയിങ് ദ വിൽ ഓഫ് ഗോഡ്. ആലയത്തിൽ വരുമ്പോൾ ഒരു കാര്യം കൂടെ അറിയുക, ആരാധനയിൽ നോയിങ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ട സ്ഥലമാണ്. God has a special plan. God has a special purpose, unique purpose about every person. എന്നെ കുറിച്ചുള്ള യാതൊരു പദ്ധതിയുമല്ല പ്രകാശ് പാസ്റ്ററെ കുറിച്ചുള്ളത്. ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചത് ഒരു ദൈവമാണെങ്കിലും ഞങ്ങൾക്ക് 2 പേർക്കും 2 മിനിസ്ട്രി, 2 നിലവാരം, എല്ലാം വ്യത്യാസമാണ്. പക്ഷെ ഒരു ബൈബിൾ. പക്ഷേ we are here to understand, realizing the will of God. Where when you really worshiping, if you are a true worshipper, God will reveal the will of God. What is next? ദൈവം ആയുസ് മുഴുവനുള്ള പ്ലാൻ ആരുടെയും കൈ കൊടുക്കത്തില്ല. ദൈവം അതാത് സമയത്തുള്ള പ്ലാനുകളെ വെളിപ്പെടുത്തി തരത്തുള്ളൂ. ഇത് നമ്മൾ പഠിക്കുന്ന ദൈവസന്നിധി വരുമ്പോഴാണ്. 4ാമത്തെ പാർട്ട്, ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദ വേൾഡ്. ട്രൂ വർഷിപ്പർ ആരാന്ന് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ മാത്രം, ആപ്പിറ്റൈസർ തരിക കേട്ടോ. True worshipper never follow the pattern of the world. The generation, the new generation, I wanted to address everyone. To whom you are following? Who is your hero? നിങ്ങളുടെ ഓരോ സ്റ്റൈലുകളും നിങ്ങൾ ആരെയാ ഇമിറ്റേറ്റ് ചെയ്യുന്നേ? ആരെ ഇമിറ്റേറ്റ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നേ? ബാർബർ ഷോപ്പിൽ ചെന്നാൽ അവനൊരു സ്ക്രീൻ എടുത്ത് തരും, ഇതിൽ ഏതാ വേണ്ടതെന്ന് അല്ലേ, ഏത് സ്റ്റൈലാ കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മളൊരു സ്റ്റൈൽ എടുക്കുമല്ലോ, അത് ആരുടെ സ്റ്റൈലാ? ആർ യു ഫോളോയിങ് the pattern of this world? This all world is controlling another system. ആ വേൾഡിൽ നിന്ന് തെരഞ്ഞെടുത്തവരാ ചർച്ച്.
ചർച്ച് ഈസ് കൺട്രോളിങ് ബൈ അനദർ സിസ്റ്റം. ഒരിക്കലും ഇത് തമ്മിൽ ഒന്നിച്ചു പോകത്തില്ല കേട്ടോ. ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒരു ജനതയാ സഭ. സഭയുടെ സിസ്റ്റം വേറെയാ, സഭയുടെ സ്റ്റൈല് വേറെയാ, ലൈഫ് സ്റ്റൈല് വേറെയാ, വർഷിപ്പ് സ്റ്റൈല് വേറെയാ. ഒന്നിനും നമ്മൾ ഈ ലോകത്തിന്റെ പാറ്റേൺ എടുക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് ടു ബ്രോട്ട് us from the darkness, only one purpose, to worship. ഞാൻ ഒറ്റ തെളിവ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യനാ മോശ. He selected Moses, he appointed and he sent. For what? To redeem the people. The second question, for what you are going to redeem that people? മോശ ഫറവോനോട് പറഞ്ഞൊരു പദം ഓർക്കുന്നുണ്ടോ? Let my people go and they may worship. അതിന്റെ അർത്ഥം ഇവിടെ എന്ത് നടക്കത്തില്ല? എവിടെ വർഷിപ്പില്ല? ഇഫ് യു ആർ ഇൻ ദ ബോണ്ടേജ് യു കാൻ വർഷിപ്പ്. ഒരാൾ ആരാധിക്കാതിരിക്കുന്ന നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ടോ അവരെ അടിച്ചിട്ടോ അവരെ തല്ലിയിട്ടോ പ്രശ്നമില്ല. അവരെവിടെ ഒരു അടിമത്തത്തിൽ കിടക്കുക. അവർ ഫ്രീ ആയെങ്കിലേ വർഷിപ്പ് വരത്തുള്ളൂ. ഈ അടിമത്തത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാലേ ആരാധന നടക്കത്തുള്ളൂ. ഫറവോൻ എത്ര പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ആരാധിച്ച പോരെയോ, ഡു ഇറ്റ് ഹിയർ. ബട്ട് മോസസ് പറഞ്ഞു നോ 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 കോംപ്രമൈസ്. ഞങ്ങളെ ദൈവം വിളിച്ചിറക്കിയത് ഒന്നിനാ, ടു വർഷിപ്പ്. ഇനി നിങ്ങൾക്കറിയണോ, God gave a promised land flowing honey and milk. ഹണിയും മിൽക്കും കുടിച്ച് അവിടെ ഇരിക്കാനല്ല പ്രോമിസ് ലാൻഡ് കൊടുത്തത്. പ്രോമിസ് ലാൻഡിലൊരു ടെമ്പിള് പണിയണം, ടു വർഷിപ്പ് ഗോഡ്. പ്രോമിസ് ലാൻഡിന് വേണ്ടി അല്ല വിളിച്ചിറക്കിയത്. മന്ന കഴിക്കാനല്ല വിളിച്ചിറക്കിയത്. പാറയിലെ വെള്ളം കുടിക്കാനല്ല വിളിച്ചിറക്കിയത്. അതൊക്കെ ഒരു കോംപ്ലിമെന്ററിയാ. 2 വീടുണ്ടോ? സ്തോത്രം, കോംപ്ലിമെന്ററിയാ കേട്ടോ. 2 ജോലിയുണ്ടോ? കോംപ്ലിമെന്ററിയാ കേട്ടോ. അതല്ല, അത് തരാനല്ല വിളിച്ചത്. വിളിച്ചത് ടു വർഷിപ്പ് ഗോഡ്. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചിറക്കിയത് ടു വർഷിപ്പ്. ജീസസ് വാസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ വർഷിപ്പ്, എ ന്യൂ വർഷിപ്പ്, a new lamp, a new temple, a new birth. ശരിക്കും നമ്മുടെ ആരാധന ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നമ്മൾ ഒറിജിനൽ ട്രൂ വർഷിപ്പേഴ്സ് ആണോ ഫോൾസ് വർഷിപ്പേഴ്സ് ആണോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. Then we need to change our mind, renew our mind, know the will of God. Remove all the patterns of this world from my lifestyle. എന്റെ ജീവിതത്തിന്റെ എല്ലാ സ്റ്റൈലുകളിലും ഞാൻ നോക്കണം, എന്തെങ്കിലും ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോവുകയാണോ ഞാൻ. അങ്ങനെ 2 യജമാനനെ സേവിക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ വേൾഡ് അല്ലെങ്കിൽ ഗോഡ്. ഇവിടെയുള്ള ദൈവസഭയെയും എന്നെയും ദൈവം ആഗ്രഹിക്കുന്നത് ട്രൂ വർഷിപ്പേഴ്സ് ആവാനാ. ട്രൂ വർഷിപ്പേഴ്സ്. ഇന്ന് ഒരു പാട്ടൂടെ പാടി ദൈവത്തെ സ്തുതിക്കാൻ പോവുക. പെർഫോമേഴ്സ് അല്ലേ അവര്, നിങ്ങൾ ഓഡിയൻസും അല്ല. ആരാധന കഴിയുമ്പോൾ ആ പാട്ട് നല്ലയായിരുന്നു, മറ്റേ പാട്ടിന് ഇങ്ങനെ വന്നായിരുന്നു, അതെന്തിനാ അവനെ കൊണ്ട് പാടിപ്പിച്ചേ? സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളല്ല ഓഡിയൻസ്. ഈ ആരാധനയുടെ ഓഡിയൻസ് ദൈവമാണ്. ദൈവമാണ്. ഹി ഈസ് വാച്ചിങ്. ഹി ഈസ് വാച്ചിങ്. ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാമോ? ഒരു പാട്ടൂടെ പാടി നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം.